നമുക്ക് ISROയിൽ നിന്ന് വന്നിട്ടുള്ള ISRO എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള PYQs ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, GPS aided geo augmented navigation uses a system of ground stations to provide necessary augmentation. ഓക്കെ, ഇതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഗഗനെ കുറിച്ചിട്ടുള്ളത് കറക്റ്റ് ആയിട്ടുള്ളത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് ഈസ് ഡിസൈൻ ടു പ്രൊവൈഡ് അഡീഷണൽ അക്യുറസി ആൻഡ് ഇൻറ്റഗ്രിറ്റി. Second thing, it will allow more uniform and high quality air traffic management. And the third statement is, it will provide benefit only in aviation but not in other modes of transportation. അത് തെറ്റല്ലേ? തെറ്റാണ്. So answer is 1 and 2 only. Okay, ഈ ഓൺലി ഇൻ ഏവിയേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷനും ഹെൽപ്ഫുൾ ആവില്ല, ഇത് പിന്നെ നാളെ ആയിക്കൂടെ? അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ദാറ്റ്സ് മോസ്റ്റ്ലി ഗോയിങ് ടു ബി റോങ്. With reference to India's satellite launch vehicles, consider the following. PSLV launches the satellite useful for Earth resources monitoring, whereas GSLV are designed mainly to launch communication satellites. That's true. Satellite launched by PSLV appear to remain permanently fixed in the same position in the sky as viewed from the particular location of the Earth. ഇത് തെറ്റാണ്. അടുത്തത്, GSLV Mk3 എന്ന് പറയുന്ന ഒരു 4 സ്റ്റേജ് ആയിട്ടുള്ള ലോഞ്ച് വെഹിക്കിൾ ആണ്. ഫസ്റ്റ് ആൻഡ് തേർഡ് സ്റ്റേജസ് യൂസിങ് സോളിഡ് റോഡ് വെഹിക്കിൾസ് ആൻഡ് ദ സെക്കൻഡ് ആൻഡ് ഫോർത്ത് സ്റ്റേജസ് യൂസിങ് ലിക്വിഡ് എൻജിൻസ് എന്നാണ് പറയുന്നത്. ദാറ്റ് ഇസ് ഓൾസോ റോങ്. സോ ദ ഫസ്റ്റ് വൺ ഓൺലി ആണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത്, വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം, കൺസിഡർ ദ ഫോളോയിങ്. ഈ IRNSS എന്ന് പറയുന്നത് 3 സാറ്റലൈറ്റ്സ് ആണുള്ളത്. അത് അതിൽ ജിയോ സ്റ്റേഷനറിയിലും അതുപോലെ തന്നെ 3 സാറ്റലൈറ്റ്സ് ജിയോ സ്റ്റേഷനറിയിലും 4 സാറ്റലൈറ്റ്സ് സിൻക്രോൺ, മൊത്തം 7 സാറ്റലൈറ്റ്സ് ആണുള്ളത്. അത് കറക്റ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, IRNS കവേഴ്സ് എൻറ്റയർ ഇന്ത്യ ആൻഡ് അബൌട്ട് 5,500 സ്ക്വയർ കിലോമീറ്റർ അല്ല. Third statement, India will have its own satellite navigation system with full global coverage by the middle of 2019. Definitely not. So 1 only ആണ് അതിൻ്റെ ആൻസർ. അടുത്തത്, മംഗൾയാൻ launched by ISRO അതിനെ കുറിച്ചിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് ഓൾസോ ദ മാസ് ഓർബിറ്റർ മിഷൻ. മാസ് ഓർബിറ്റർ മിഷൻ തന്നെയാണല്ലോ മംഗൾയാൻ. മെയ്ഡ് ഇന്ത്യ ദ സെക്കൻഡ് കൺട്രി ടു ഹാവ് എ സ്പേസ് ക്രാഫ്റ്റ് ഓഫ് ഇൻ മാർക്ക് ആണോ? അല്ല. ആഫ്റ്റർ USA എന്നൊക്കെ അല്ല. മെയ്ഡ് ഇന്ത്യ ദ ഓൺലി കൺട്രി ടു ബി സക്സസ്ഫുൾ മേക്കിംഗ്, അത് കറക്റ്റാണ് കേട്ടോ. സ്പേസ് ക്രാഫ്റ്റ് ഓർബിറ്റ് ഇൻ മാസ് ഇൻ എ വെരി ഓൺലി കൺട്രി നമ്മൾ പറയും യൂഷ്വലി എന്താ പറയുക, ഓൾ എന്ന് പറയുന്ന എക്സ്ട്രീം സ്റ്റേറ്റ്മെൻറ്റ്സ്, ഓൺലി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കണ്ണു മൂടിയിട്ട് നമ്മൾ തെറ്റാന്ന് എടുക്കും. അങ്ങനെ എടുക്കാൻ പാടുമോ? ശരിക്കും ഓൺലി കൺട്രി അല്ലേ? മാസിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള ലോഞ്ച് ചെയ്തതിന് ഫസ്റ്റ് കൺട്രി തന്നെയാണ്. സോ ദിസ് ഇസ് ഓൾസോ റൈറ്റ്. സോ ആൻസർ ഇസ് 1 and 3 ഓൺലി. അടുത്തത്, വിത്ത് റെഫറൻസ് ടു ആസ്ട്രോസാറ്റ്സ് astronomical observatory launched by India, which one of the following is or correct? First is, other than USA, Russia, India is the only country to have launched a similar observatory into the space. Allah. Astronaut is a 2000 kg satellite placed in orbit of 1600 adumala. That is, answer is neither 1 or 2. അടുത്തത്, in which of the following activities are Indian remote sensing satellites ഏതൊക്കെയൊക്കെ? ഇതിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് നമുക്ക് യൂസ് ചെയ്യാം ഇന്ത്യൻ റിമോട്ട് സെൻസിങ് വെച്ചിട്ട്? ഫസ്റ്റ് തിങ് ഇസ് അസസ്മെൻറ്റ് ഓഫ് ക്രോപ്പ് പ്രൊഡക്ടിവിറ്റി. ഓക്കെ. ലൊക്കേറ്റിംഗ് ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസ്. ഓൾ റൈറ്റ്. മിനറൽ എക്സ്പ്ലോറേഷന് പറ്റും. ടെലികമ്മ്യൂണിക്കേഷൻസും ട്രാഫിക് സിഗ്നൽസിനും പറ്റുമോ? ഇല്ല. ഇത് ചോദിക്കുന്നത് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? സോ ആൻസർ ഇസ് 1, 2 and 3.